ഒരു ഇമോഷണൽ ബ്രേക്കപ്പിന്റെ സമയത്ത് ബ്രേക്കപ്പ് മൂവീസ് ആണ് നമ്മളത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഈ ബ്രേക്കപ്പ് സമയം ചവറുപടം എന്ന് തോന്നും. നമുക്ക് സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് when we are watching a lot of success around us, ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്. ഞാനത് ഫേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ എല്ലാവരും അടിപൊളിയായിട്ട് എത്തുന്നെന്ന് പറയുന്നതിൽ കാര്യമില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ആയാൽ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകും. പലപ്പോഴും പല ആർട്ടിസ്റ്റുകൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞതായിരിക്കില്ല അവർ അപ്പം അത് എല്ലാവരും എടുത്തിട്ട് ട്രോൾ, അവൾ അന്ന് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്നിങ്ങനെ പറയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മാറുന്ന ഒരു നിലപാടുകൾ ഉറച്ചു നിൽക്കാത്ത ഒരാളാണ് ഞാൻ. കുറേ റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഓവർ ആക്ടിങ് ആണെന്നുള്ളത്. ലുക്കിലാണെങ്കിലും ഒരേ ഇപ്പം ഞാൻ ബോഡി ഷേമിങ് അതിനൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എവിടേക്കോ ആ ലുക്ക് എല്ലാത്തിലും ഒരേപോലെ, എല്ലാത്തിലും ഒരേ ഒരു ഇത്, അതായത് ഒരു ചേഞ്ച് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. പല ആക്ടേഴ്സും പറയാവുന്ന സാധനമാണ്, ചില സിനിമകൾ അവർക്ക് വേറെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലതിൽ ഏൺ ചെയ്യാൻ അൺലേൺ ചെയ്യാൻ എന്നുള്ളത്. മീൻസ് പല സിനിമകളിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത അപ്രോച്ച് ചിലപ്പോൾ, അതായത് ഇത് ശരിക്കും പഠിച്ചു വരുവാണല്ലോ എല്ലാവരും. മറ്റേ തിയേറ്ററിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അല്ലെങ്കിൽ ഫിലിം ആക്ടിങ് പഠിച്ചിട്ട് വരുന്നവരല്ലല്ലോ. എന്നാൽ പോലും അങ്ങനെ ഈ പറയുന്ന സിനിമകളിൽ എനിക്ക് ഈ രീതി, ഇപ്പം നേരത്തെ പറയുമ്പോൾ ഒന്നും അറിയാതെയാണ് ഭീമന്റെ വഴി ചെയ്യുന്നതും അല്ലെങ്കിൽ കനകം ചെയ്യുന്നതും. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഈ പ്രശ്നമില്ല. ഇത് നമുക്ക് കണക്റ്റഡ് ആണ്, റിലേറ്റബിൾ ആണ്. പക്ഷെ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം രേഖയാണെങ്കിൽ അത് ത്രൂ ഔട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു ശരിക്കും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി മോൾഡ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന സിനിമകളും ഒരു ജേണി എന്താ? ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം രേഖ കഴിഞ്ഞപ്പോഴും അതുപോലെ പത്മിനി, രേഖയ്ക്ക് ശേഷമാണ് പത്മിനി ചെയ്യുന്നത്. പത്മിനി ചെയ്തപ്പോഴും മാരിവില്ലും ഗോപുരങ്ങൾ ചെയ്തപ്പോഴും കിട്ടിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത്, നമുക്ക് ഭയങ്കര ലൗഡായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് ഈസിയാണ്. ഈസി മീറ്ററാണ് എനിക്കതിൽ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ജനഗണമനൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്ട്രെസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈസിയാണ്. എനിക്കത് ആ ഒരു എത്ര സൗണ്ട് എടുത്ത് സംസാരിക്കാൻ, ഒരു വലിയൊരു സ്റ്റേജിൽ പോയിട്ട് ഞാൻ അങ്ങനെയാണ്. എൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ്, കുറച്ച് എനർജി കുറച്ച് കൂടിയിട്ടുള്ള. അതിൽ നിന്ന് സബ്റ്റിലായിട്ടുള്ള വേർഷനിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഇനിയൊരു ഫേസ് ആണത്. ഭയങ്കര മീറ്റർ ആവശ്യമുള്ളത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഞാൻ അതിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല. ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഒരു ആക്ടിങ്ങിൽ എന്നുള്ളത്. അത് ഓരോ പടത്തിലും ഇപ്പം കുറേ പേര് റിവ്യൂസിനൊക്കെ കുറേ പേര് എതിർക്കുന്നുണ്ടെങ്കിലും ഞാൻ സൈഡിൽ കൂടെ റിവ്യൂ കണ്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കുറേ പേര് പറയുന്നത്, കുറേ റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഓവർ ആക്ടിങ് ആണെന്നുള്ളത്. ഞാനത് ഒരിക്കലും അവർ പറയുന്ന തെറ്റ്, ഞാൻ അത്രയ്ക്ക് ഓവർ ആക്ടിങ് എന്നല്ല ഒന്നും പറയുന്നില്ല. എവിടെയൊക്കെ എനിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. സിമിലർ ആയി വരുന്നു, ഒരേ ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു. എല്ലാത്തിനും ഒരേ ഒരു ഫേസ്, ഒരേ ഒരു സംസാര ശൈലി സിമിലർ ആവുന്നുണ്ട്. ഞാൻ തന്നെ എവിടേക്കോ എനിക്ക് സിമിലർ ആയിട്ട്, ഞാൻ യൂഷ്വലി ക്യാരക്ടേഴ്സ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ഫ്രഷ് ഫേസ് ആണ് ആൾക്കാരിലോട്ട്. അപ്പം ഒന്നും സിമിലർ ആയിട്ട് തോന്നില്ല. ഇപ്പൊ തോന്നി തുടങ്ങി. ഇപ്പം അത് എവിടേക്കോ സ്ഥിരം ചെയ്ത് തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. സോ ഇനിയൊരു ഇത് ചെയ്യുമ്പോൾ മേ ബി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നോട്ട് ഇനി എനിക്ക് ചെയ്യേണ്ടത് ഒരിക്കലും റിപ്പീറ്റേഷൻ, ചിലപ്പോൾ ലുക്ക് വൈസിലായിരിക്കാം, ചിലപ്പോൾ ആ ഭാഷാ ശൈലിയിലായിരിക്കാം, നോട്ടങ്ങളിലായിരിക്കാം. ആ ഒരു മീറ്റർ കുറച്ച് പിടിച്ച് എനിക്ക് ചെയ്യാനുള്ളൊരു ഇത് വേണം. ഇനി കൂടുതലാണെങ്കിൽ തന്നെയും മീറ്റർ കൂട്ടി ആക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെയും റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ സിമിലാരിറ്റി എനിക്ക് ആൾക്കാരിലോട്ട് കൊടുക്കണ്ട. അങ്ങനെ കൊടുത്ത് സിനിമ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളുടെ എക്സിസ്റ്റൻസിന് അത് ബാധിക്കുന്നു എനിക്ക് തോന്നുന്നു. സിമിലർ ആയി കഴിഞ്ഞാൽ വൾണറബിൾ ആവണല്ലോ നമ്മൾ, ഒരു എല്ലാത്തിലോട്ടും വൾണറബിൾ ആവണല്ലോ. എനിക്ക് ലുക്കിലാണെങ്കിലും ഒരേ ഇപ്പം ഞാൻ ബോഡി ഷേമിങ് അതിനൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എവിടേക്കോ ആ ലുക്ക് എല്ലാത്തിലും ഒരേപോലെ, എല്ലാത്തിലും ഒരേ ഒരു
ഇത് ഒരു ചേഞ്ച് എവിടെയും ഫീൽ ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. അപ്പം ഐ ടു ക്യാൻ അഫോർഡ് ടു ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്. അത് ഹെയറിനായിക്കോട്ടെ, ഈ ചുരുണ്ടമുടിയിൽ തന്നെ കണ്ട് 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 അത് മാറ്റണം. ഇപ്പം വരുന്നൊരു ഓക്കി ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ചെയ്യാനിരിക്കുന്നതിൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കാണ്. അതുപോലെ സൂത്രവാക്യത്തിലൊരു വേറൊരു ഒരു ലുക്കാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു സൂത്രവാക്യം ഒരു എന്താ പറയുക, ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇടയിലും അതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിൽ ഒരു ടീച്ചർ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറാണ് ഷൈൻ ടോം ചാക്കോ ചെയ്യുന്നത്. ആൻഡ് വേറൊരു മെയിൻ റോൾ ചെയ്യുന്നത് ദീപക് പറമ്പോളാണ്. ഒരു കൊച്ചു സിനിമയാണ്, പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ്. അതിൽ എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ടും പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറൊന്നുമല്ല, ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പം ഈ നായികൻ്റെ സമയം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഒരു ആർക്കിടെക്റ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങാൻ നിൽക്കുന്ന ഒരാൾ അതല്ല ഇതാണ് കരിയർ എന്നുള്ളല്ലോ. ശരിക്ക് എവിടെ നിന്നാണ് ഈ അഭിനയത്തിൻ്റെ മോഹവും സംഗതിയും? അല്ലെങ്കിൽ മോഹമുള്ളവരും സിനിമാ നടിയാവണം, സിനിമാ നടനാവണം, സംവിധായകൻ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ ഈ നായകനിൽ എത്തുന്നതിന് മുമ്പ് എപ്പോഴൊക്കെയാണ് വിൻസി തിരിച്ചറിഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വ്യക്തിക്കും ഞാനത് എല്ലാവരോടും പറയുന്നതാണ്. എനിക്ക് ഒരേ സമയം ഈ അഭിനയം എന്ന് പറയുന്ന മോഹം അല്ലെങ്കിൽ അഭിനയിക്കുന്നതിനോടുള്ളൊരു താല്പര്യവും അതുപോലെ ഒരു ചെറിയൊരു ഉൾവലിവുണ്ട്. ബി ഫ്രാങ്ക്, അഭിനയം വലിയൊരു മഹത്തായ ഒരു കഴിവാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ടാലൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. അതേസമയം കുറേ നമ്മൾ ലൈഫിൽ ഞാൻ വന്ന രീതി അറിയാം. എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലൊരു ക്യാമറ ഇല്ലാന്നേ ഉള്ളൂ. എത്ര 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 ഇൻസിഡൻസിൽ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാം. ഏതൊരു വ്യക്തിയും അവൻ്റെ ലൈഫിൽ അഭിനയിക്കും. മനീഷേട്ടനും അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷേ മുന്നിലൊരു ക്യാമറ ഇല്ല, അത് കാണാൻ ചിലപ്പോൾ വെരി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും നമ്മളത് അഭിനയിക്കുന്നുണ്ടാവുക. നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ചിലപ്പോൾ ഒരു കള്ളത്തരമായിരിക്കാം. നമ്മൾ എന്ത് അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക. അപ്പോൾ സോ ഈ അഭിനയം എന്ന കഴിവ് ഒരു മഹത്തായ കഴിവിനേക്കാളും എല്ലാവരിലും ആ കഴിവുണ്ട്. സംടൈംസ് അത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മഹത്തരമാക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഈ പറഞ്ഞൊരു ടാലൻ്റ് ഉണ്ട്. ഞാൻ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കള്ളത്തരങ്ങൾ, കുറേ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞും അല്ലെങ്കിൽ കുറേ പേരുടെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും. സോ ഐ എം എൻ ആക്ടർ എന്നുള്ളത് ബാക്കി ആരെക്കാളും എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഞാൻ എം എൻ ആക്ടർ എന്നുള്ളത്. ആൻഡ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അഭിനയിക്കുന്നത്, നമ്മൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത് കോൺഷ്യസ് ആയി ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ചെറുപ്പം മുതലേ ഓരോരുത്തരെ അഭിനയിക്കുന്ന കാണുമ്പോഴും ഞാൻ പോയിട്ട് അത് ആരും അറിയാത്തൊരു സ്പേസിൽ ഞാൻ എൻ്റെ സ്പേസിൽ ഞാൻ കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിലപ്പം പറഞ്ഞ പോലെ മീറ്റർ കുറച്ച് എൻ്റെ ധാരണയിൽ അങ്ങനെ അഭിനയിക്കുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് മീറ്റർ കൂട്ടി കരയുന്നതൊക്കെ അമ്മയൊക്കെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അമ്മ പിടിച്ചിട്ടുണ്ട്. കള്ളത്തരങ്ങൾ പൊക്കാൻ അമ്മ പിടിക്കുക. അമ്മ അപ്പനൊക്കെ സ്കൂളിൽ ഒക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. സോ ഇതൊക്കെ പൊക്കിയിട്ടുണ്ട്. സോ ഐ നോ എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ ഒരു വിശ്വാസമുണ്ട്, നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും അഭിനയിക്കാൻ അറിയാം നന്നായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കോ ആക്ടേഴ്സ് ആണ് അവരെല്ലാവരും. അവർക്ക് മുന്നിലൊരു ക്യാമറ ഇല്ലാന്നുള്ളൂ, നമ്മളാണ് അവരുടെ ക്യാമറ. സോ ഞാൻ പലരെയും വാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നത്. എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ കുറേ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിനി അത് റിപ്പീറ്റ് ചെയ്യണ്ട, ഒരു വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്ട്രെയിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് മുഖത്ത് നോക്കി പറയുക, അല്ലാതെ ഒരു ഫേക്ക് ആയിട്ട് നിന്നതുകൊണ്ട് അങ്ങനെയാണ് എല്ലായിടത്തും അഭിനയിക്കേണ്ടി വരത്തില്ലേ, സിനിമയിലും അഭിനയിക്കും. ഈ സിനിമയുടെ കാര്യം വരുമ്പോൾ എന്തൊക്കെ പറയുമ്പോഴും അവിടെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടേതൊരു എഫേർട്ട് എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എവിടെയും നമ്മളെ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ ടാലൻറ്റിന് ഒരു ടാലൻറ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സിനാരിയോ ഉണ്ടാവാം. ചിലപ്പം കുറച്ചുകൂടി ഒരു ഡിപ്ലോമസി, എല്ലാത്തിലും ഒരു ഡിപ്ലോമസി വേണം എന്നുള്ള സംഗതിയായിരിക്കും. ഒരു സിനിമയുടെ പ്രിവ്യൂവിന് പോയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആവേണ്ടതില്ല എന്നൊക്കെ ആളുകൾ പറയല്ലോ. എന്താണ് വിൻസിയുടെ ഒരു
അണ്ടർസ്റ്റാൻഡിങ്? സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒന്നാമത്തെ കാര്യം, സ്ട്രേറ്റ് ഫോർവേഡ് ആയാൽ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. ആ നഷ്ടങ്ങളെ ഭയക്കുന്നവരായിരിക്കാം മേ ബി ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആവരുത്, ഇത്രയൊക്കെ ഇതാക്കണം, ഇത്ര അളവ് വെക്കുന്നത്. ബൗണ്ടറീസ് നമ്മൾ പറയുന്നതിലും കുറച്ച് കൺട്രോൾ വേണം എന്നുള്ളത് അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, അതൊന്നും ശരിയാവണമെന്നില്ല. രണ്ടാമത്തെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പം അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു 1 year കഴിഞ്ഞിട്ട് മനീഷേട്ടൻ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല എൻ്റെ അപ്പോഴത്തെ ശരികൾ. മാറാം. മനുഷ്യന്മാർ, ഞാൻ ഏറ്റവും കൂടുതൽ മാറുന്ന ഒരു നിലപാടുകൾ ഉറച്ച് നിൽക്കാത്ത ഒരാളാണ് ഞാൻ. ചില കാര്യങ്ങൾ എനിക്ക് അത്രയും ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളിൽ എനിക്ക് നിലപാടുണ്ടാവും. അതർവൈസ് ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ കോൺസ്റ്റൻ്റ്ലി എന്നിലുള്ളതൊരു ചേഞ്ചാണ്. മാറും. എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് മാറും. സോ ഞാനിപ്പോൾ ഇന്ന് ഒരു കാര്യം, പലപ്പോഴും പല ആർട്ടിസ്റ്റുകൾക്കും പറ്റുന്ന ഒരു കാര്യമാണ്, ഇന്ന് പറഞ്ഞതായിരിക്കില്ല അവർ അപ്പം അത് എല്ലാവരും എടുത്തിട്ട് ട്രോൾ, അവൾ അന്ന് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവൻ ഇന്നിങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറയുന്നു. മാറും. നമ്മൾ മനുഷ്യര് തിരിച്ചറിവിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പൊ അന്ന് പറയുന്നത് ശരിയായിരിക്കില്ല, ഇന്ന് പറയുന്നത് ശരി. സോ അതുകൊണ്ട് കൂടി ആയിരിക്കാം പലതും വെട്ടിത്തുറന്ന് പറയരുത്, ഒരു ബ്ലാക്ക് ലാഷ് ചിലപ്പോൾ 1 വർഷത്തിന് ശേഷം വരും എന്നുള്ളത് പറയുന്നത്. സോ റൈറ്റ് നൗ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ ക്ലാരിറ്റിയാണ്. കുറച്ച് കഴിഞ്ഞാൽ മാറും, ഡെഫിനറ്റ്ലി മാറാം. അപ്പം ഞാൻ നിലപാടില്ലാത്തവനാവാം, പക്ഷെ ഞാനിപ്പോൾ അതിനൊന്നും ഭയക്കുന്നില്ല. സോ എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ആ കൺഫ്യൂഷൻസ് ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ റൈറ്റ് നൗ ഞാൻ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ അത് ഇപ്പോഴത്തെ ക്ലാരിറ്റിയാണ്. അഗൈൻ ടെല്ലിങ്, ഇപ്പോഴത്തെ ക്ലാരിറ്റിയാണ്. ഞാനത് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നാളേക്ക് മാറാം. ഇപ്പം കുറേ പേര്, ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രാർത്ഥന, ആ പോയിന്റ് അത് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ക്ലാരിറ്റിയിലൂടെയാണ്. ഇനീഷ്യലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ എനിക്ക് കിട്ടുന്ന ലൈഫ് ഓഫർ ചെയ്യുന്ന എല്ലാത്തിനോടും, അത് കൊണ്ടുതന്ന ആളുകളോടും എല്ലാം ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മൾ ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്കത്, ഞാനത് ഇന്ന ആൾ പ്രാർത്ഥിക്കണം എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ആ ടോക്കിലും ഇന്ന ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന ആ സമയത്ത് നമ്മളൊന്ന് ഗ്രൗണ്ടഡ് ആയി നിൽക്കത്തില്ലേ, എല്ലാം എൻ്റെ കഴിവ് എന്നതിനേക്കാളും ഒരു സംതിങ് ഈസ് വാച്ചിങ്. നമ്മളുടെ എല്ലാ ആക്ഷൻസും വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആക്ഷൻസ് റോങ് ആകുമ്പോൾ അതിനുള്ളത് നമുക്ക് കിട്ടും, ആക്ഷൻസ് റൈറ്റ് ആകുമ്പോൾ അതിനുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് ലൈഫിലുണ്ടാവും എന്നുള്ളൊരു ഒരു തോട്ട് ആ സമയത്തുണ്ടായിരുന്നു. അതിനനുസരിച്ച് എൻ്റെ ലൈഫിലും എനിക്ക് ഒരു പോയിന്റിൽ ആ ഒരു താങ്ക് യു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ മാറിയപ്പോഴത്തേക്കിനും എൻ്റെ ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല. ഞാൻ ഡൗൺ ഒരു ഫോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ റിയലൈസേഷനാണ് എൻ്റെ ഉള്ളിലെ പ്രെയർ. അതുപോലെ വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾ പലർക്കും പല വിശ്വാസമാണ്. എന്നാൽ ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ എത്തിസ്റ്റിന് പോലും ദൈവമില്ല എന്നൊരു വിശ്വാസമെങ്കിലും ഉണ്ടാവുമല്ലോ. അതുപോലെ എൻ്റെ വിശ്വാസം, എനിക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ഫ്രം ദർ ദൈവം അത് ആരായിരിക്കും, എന്തായിരിക്കും, ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ദർ ഞാൻ ആ പ്രയറും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ആൻഡ് അഗെയിൻ സംതിങ് ഇസ് ദർ എന്നുള്ള ഫീലിലോട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ അനുഭവിക്കുന്നത്. കർമ്മ മേ ബി എന്തുമാവാം, എനിക്ക് അറിയത്തില്ല, കൺഫ്യൂസ്ഡ്. പക്ഷെ ഞാൻ അതിൽ എങ്ങനെയാണ് വിശ്വസിക്കുകയാണ്, എൻ്റെ വിശ്വാസം അതാണ്. അതായത് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റിലുള്ള തിരിച്ചറിയലും വിശ്വാസമാണ് ഈ പറയുന്നത്. എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിലൂടെ ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും ഒരു ദൈവത്തെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഐ ഗോട്ട് സം ഐഡിയോളജീസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിവുണ്ട്. അതെല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രെയർ ഉള്ള സമയത്ത് എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് വെരി ട്രൂ. എൻ്റെ കേസിൽ പ്രെയർ എന്ന് പറയുമ്പം ഐ താങ്ക് യു ഫോർ വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ഫീൽ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് ആയി വെക്കുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു ഞാൻ. അത് പ്രെയർ ഒക്കെ ഇല്ലാത്തപ്പോൾ ഞാൻ വേറെ എനിക്ക് പോലും ഇഷ്ടപ്പെടാത്തൊരു എൻ്റെ ഒരു സ്റ്റേറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വേർഷൻ ഉണ്ട് അവിടെ. ഞാൻ ഐ മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. അപ്പം ലേൺ ചെയ്യണം എന്ന് എനിക്ക് അതിന്നൊക്കെ ഞാൻ എന്നെ കറക്റ്റ് ചെയ്യുമ്പം എനിക്ക് പ്രെയർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഉള്ളിലൊരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ മറ്റുള്ളവരോട് പറയുന്നുള്ളൂ. നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്. അത് എല്ലാവരും പ്രാക്ടിക്കൽ ആക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ചോയ്സസ് ആണ്. അത്രേ ഉള്ളൂ.
ഇതിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇപ്പം ഈ നായകനൊക്കെ കഴിഞ്ഞിട്ട് സിനിമയുടെ സംഗതി വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു സർവൈലൻസ് സിസ്റ്റം പോലെയാണല്ലോ. ഒരു പിന്നെ തിയേറ്ററിൽ പോയാൽ മാളിൽ പോയാൽ അപ്പോൾ എപ്പോഴും ഒരു പിന്തുടരുന്ന ക്യാമറ അല്ലെങ്കിൽ ഈ ക്യാമറ വെളിച്ചത്തിൻ്റെ ഇതിൻ്റെ അകത്താണല്ലോ. അത് ഒരു ഭയങ്കര കംഫർട്ടബിൾ സിനാരിയോ ആയിട്ടാണ് കാണുന്നത്. രണ്ട് രീതിയിലുണ്ട്. ഞാൻ പറയുന്ന ഒരു വോയറിസ്റ്റിക് സ്വഭാവത്തിൽ നമ്മളെ പിന്തുടരുന്ന, നമ്മൾ ക്യാമറ ആംഗിൾ പോലും കുഴപ്പത്തിലാവുന്ന സംഗതിയുണ്ട്. ഒരു സ്റ്റോക്കിംഗ് സ്വഭാവത്തിൽ പിന്തുടരുന്ന ആളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് രണ്ടാമത് വരാം. ഞാൻ ആദ്യം തോന്നുന്നത് നമ്മളൊരു പബ്ലിക് സ്പേസിലെല്ലാം പോകുന്ന സമയത്ത് നമ്മളൊരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അത് ഒരു പ്രൈവസിക്ക് അപ്പുറത്താണല്ലോ നമ്മുടെ ട്രാവൽ എന്നുള്ളത്. അത് ഏത് രീതിയിലാണ് വിൻസി കാണുന്നത്? ഇപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ടോക്ക് ഞാൻ കൊടുത്തത് ഏത് ഓഡിയൻസിനോടാണ് ഞാൻ കൊടുത്തതെന്നുള്ളത്, എവിടെയാണ് കൊടുത്തെന്നുള്ളത് എനിക്കറിയാം. അവിടുത്തെ ബിറ്റ്സ് ആൻഡ് പീസസ് റീച്ചായി. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നോ. എനിക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ. അപ്പം ഞാൻ ഈ ഫീൽഡിലാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ എന്ത് പറയും, മൈ ആക്ഷൻസ്, എനിക്കൊരു തരത്തിലും ഇപ്പം എന്താ പറയുക, എൻ്റെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനോ, ഇപ്പം ഞാൻ ഒരു സാരി എടുത്തു, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവരതങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം. റെസ്ട്രിക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കും. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് ആ ബോധ്യമുണ്ട്. അതിൽ ഞാൻ വന്നിരിക്കുന്ന ഫീൽഡ് ഏതാണെന്നും നമ്മളുടെ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നതെല്ലാം റെക്കോർഡഡ് ആണ്. ഞാൻ എന്ത് സംസാരിക്കണം, എവിടം വരെ സംസാരിക്കണം എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഫിയർലെസ് ആണ്. എനിക്ക് എൻ്റെ ആക്ഷൻസ് ആണ്, എനിക്ക് ഐ എം റെഡി. ഇപ്പം നിങ്ങളത് കവർ ചെയ്തോളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും. എവിടെ എങ്ങനെ എനിക്ക് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം, എനിക്ക് ഫിൽട്ടർ ചെയ്യാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കൺട്രോളിങ് കപ്പാസിറ്റി എനിക്കില്ല. സോ അത് എനിക്കൊന്നും ചെയ്യാനില്ല. അത്രയും ചിന്തിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. സോ എനിക്ക് അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. എനിക്ക് അതിലൊരു പ്രശ്നമില്ല. എനിക്ക് മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ കവറേജ് പോവാതിരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ്, ബൗണ്ടറീസ് ഞാനായിട്ട് തന്നെ നമുക്കൊന്ന് അലേർട്ട് ചെയ്ത് ബിവയറായി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം, പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അടുത്തൊരു കാര്യമുള്ളത് ഇപ്പം ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പം സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരേ സമയം തന്നെ സോഷ്യൽ ടച്ച് പോയിന്റിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും സിനിമ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണല്ലോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അതിലെല്ലാ ദിവസവും ഇപ്പോൾ ഒരു സിനിമയും റിലീസ് ചെയ്യാത്ത ദിവസം വരെ ചിലപ്പോൾ വിൻസി ഒരു ടോപ്പിക് ആവാം, ഒരു ഡിസ്കഷൻ നടക്കാം, ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ച് ചെയ്യാം, അവിടെ ട്രോൾ വരാം, പോസിറ്റീവായ സംഗതി വരാം, രണ്ടും വരാമല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അകത്തേക്ക് എടുക്കപ്പെടുന്ന സാഹചര്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രോമ അടക്കം ഉണ്ടാക്കുന്ന സംഗതിയാണോ? ട്രോമ അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്നെ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഭാഗമാവേണ്ട സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സക്സസ് കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഡെഫിനറ്റ്ലി അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പല രീതിയിലുള്ള റിഗ്രറ്റ് അല്ലെങ്കിൽ ഗിൽറ്റ്, ചിലപ്പോൾ ഞാൻ കാരണം നഷ്ടപ്പെടുത്തിയതായിരിക്കാം, ചിലപ്പോൾ അവരെന്നെ റിജക്റ്റ് ചെയ്തതായിരിക്കാം. സോ നമുക്ക് ആ ഒരു വിഷമം അതൊക്കെ നമ്മളിങ്ങനെ, സിനിമ നടിയാണെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ, അതുണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് when we are watching a lot of success around us, ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്. ഞാനത് ഫേക്ക് ചെയ്തല്ലെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എല്ലാവരും അടിപൊളിയായിട്ട് എത്തുന്നെന്ന് പറയുന്ന കാര്യമില്ല. മലയാള സിനിമ നന്നായിട്ട് പോവാണല്ലോ. ഞാനത് കാണുമ്പോഴത്തേക്കിനോ ആ ലാക്ക് തോന്നുന്നതായിരിക്കും. ഇപ്പൊ എനിക്ക് എൻ്റെ ചുറ്റും സിനിമകളുണ്ടെന്ന് പറയുമ്പോൾ വേറൊരാള് അടിപൊളിയായിട്ട് സിനിമ ചെയ്യുന്ന പറയുമ്പോൾ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് ഒരു ലാക്കാണ് എൻ്റെ ഉള്ളിൽ. സിനിമ ഇല്ല, പക്ഷെ
റെസ്റ്റ് ഓഫ് കുറേ പേർക്ക് എല്ലാ സിനിമയുണ്ട്, എല്ലാ സക്സസ്സും ഉണ്ട് പറയുമ്പോൾ ഇത് ത്രൂ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മളത് കാണുമ്പോഴത്തേക്കിനും വൈ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തെന്നുള്ളൊരു തോന്നലും ആ ഒരു വിഷമമൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഓവറായി വരുമ്പം ലോഗ് ഔട്ട് തുടരില്ല, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇടും, അത് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് മൈൻഡ് സെറ്റാണ്, നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ അത് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഓക്കെ അവർക്കും ഞാനിപ്പോൾ അങ്ങനെയാണ് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് അവരുടെ ഡേയ്സ് ആണ്, എനിക്കും എന്തെങ്കിലും എൻ്റെ ഡേയ്സ് വരുമായിരിക്കും, നല്ല രീതിയിൽ പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുത്തിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളം ആക്ടേഴ്സ് എല്ലാ ലാംഗ്വേജിലെയും ഇപ്പം ഇത് റാണി മരിയയുടെ സ്റ്റോറി ആണെങ്കിൽ അത് ഹിന്ദിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്, എല്ലാ ലാംഗ്വേജിലെയും കൺസിഡർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, മലയാളത്തിൽ മാത്രം നിൽക്കുക അങ്ങനെ. ഇപ്പോൾ വിൻസിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അത് കാണുന്നത്? ഒരു മലയാളത്തിൽ കൂടുതൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണോ, അങ്ങനെ ഒരു ലാംഗ്വേജിൽ ഏതെങ്കിലും തരത്തിലൊരു റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ആളാണോ? അല്ല, ലാംഗ്വേജ് എനിക്ക് ഹിന്ദി ഒരു തരത്തിലും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. നമ്മളെ പഠിപ്പിക്കാനൊക്കെ ആളുകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ടി വന്നു. എനിക്ക് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ കോ ആക്ടർ ഉണ്ടായിരുന്നു, അതുപോലെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, എല്ലാവരും ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ചിലപ്പം ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ എന്തെങ്കിലും ടെക്നിക്ക് വെച്ച് പഠിച്ച് ഡെലിവർ ചെയ്യണം. ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആക്ടിങ്ങിൽ കുഴപ്പമില്ല, നമുക്കൊരു പേസ് പിടിച്ച് പോവാം. പക്ഷേ നമ്മൾ പറയുന്നത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡബിങ്ങിലും നമ്മൾ സൂക്ഷിച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ്. പക്ഷെ ഐ എം റെഡി ടു ടേക്ക് എ റിസ്ക്. അത് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അതുപോലെ രേഖ ചെയ്യുന്ന സമയത്ത് വേറെ തന്നെ ഒരു സ്ലാങ് ആണ്, ഒരു ബന്ധമില്ലാത്തൊരു സ്ലാങ് ആണ്. പക്ഷെ സംവേർ കോൺഫിഡൻസിന് അപ്പോഴെപ്പോഴും കുറവില്ല. അത് ഓവർ കോൺഫിഡൻസ് ആയാലും പ്രശ്നമുള്ളൂ. അല്ലാത്തപ്പം വെരി കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ് എന്നുള്ളത്. ആ സ്പേസ് കിട്ടണം. ചില സമയത്ത് പാഷനേറ്റഡ് ആയിട്ട് നിൽക്കണം. ചില സമയത്ത് എൻ്റെ ഉള്ളിൽ എവിടേക്കോ എനിക്ക് ഈ പാഷൻ എന്ന് പറയുന്ന സാധനം കുറച്ച് ഞാൻ ഇല്ലാതാവുന്നുണ്ടോ എന്നുള്ള തോന്നലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വെരി പാഷനേറ്റഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ത്രൈവ് ഉണ്ടാവില്ല. ആ ത്രൈവ് കുറഞ്ഞു പോയ പോലെ എവിടേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പല ഇതിലും ചിലപ്പോഴൊക്കെ ഒന്ന് പോട്ടെ, എങ്ങനെയെങ്കിലും ഈ പണം തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സിനിമ എപ്പോഴും പറയുന്നതൊക്കെ ഒരു മിനിമം സൗഹൃദങ്ങളുടെ മാത്രം കൂടുതൽ പേര്, കാരണം ഒരു 40 days to 100 days ആണെങ്കിലും ആ സിനിമയ്ക്കകത്തുള്ള സൗഹൃദം ഒരു പക്ഷേ പ്രൊമോഷണൽ ഇവന്റ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സിനിമകളുടെ തിരക്കിലേക്ക് പോകുന്നു. പിന്നെ ഒരു ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ ആവുന്ന ആളുകളും അല്ലല്ലോ ആക്ടേഴ്സ്, അവർ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ നല്ല സമയത്ത്. സിനിമ ശരിക്കും ഒരു സൗഹൃദത്തിന്റെ ഏരിയ കൂടിയായിട്ട് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ വളരെ ക്ലോസ് സർക്കിൾ ഉണ്ടോ സിനിമയ്ക്കകത്ത്? ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സൗഹൃദം കൊണ്ട് ഒത്തിരി സക്സസ് അല്ലെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ മൂവീസ് ഒരു ടീം. എനിക്ക് പേഴ്സണലി സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഒന്നോ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു ഉണ്ട് എല്ലാവരുമായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഡിജു ചേട്ടൻ അവരൊക്കെ ആയിട്ടുള്ള ആ കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം രേഖ ടീം, എല്ലാ ടീമുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് എനിക്ക് ആരെയും വെക്കാൻ പറ്റുന്നില്ല. മേ ബി എൻ്റെ ക്യാരക്ടറിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. എനിക്കതൊരു നല്ല രീതിയിലല്ല ഒന്നും എൻ്റെ ചെയ്യുന്നത്. ഞാൻ ആരും ബ്ലെയിം ചെയ്യത്തില്ല. എൻ്റെ ക്യാരക്ടർ എനിക്ക് സെറ്റ് ആവുന്നില്ല, എൻ്റെ ക്യാരക്ടറിന് ഓക്കെ ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ബന്ധങ്ങൾ വല്ലാണ്ട് അടക്കുമ്പോൾ പ്രൊഫഷണലി പിന്നെ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പലതും പോയിട്ടുണ്ട്. സോ അത് വേണ്ട എന്നുള്ളത് ഒരു പേഴ്സണൽ കണക്ഷൻ വിൽക്കാൻ ഓക്കെ അല്ല. പ്രൊഫഷണലി മൂവ് ചെയ്യുന്നതാണ് നല്ലത്. ചിലവർക്ക് പേഴ്സണൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വിളിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നെവർ മൈൻഡ്. പ്രൊഫഷണലി കീപ്പ് ചെയ്യാനാണ് എനിക്ക് പറ്റുന്നുള്ളൂ. കംഫർട്ട് അതാണ്, അത് നല്ലത്. എനിക്കതാ നല്ലത്. ഈ നായകൻ ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ രേഖ ചെയ്യുന്നതോ ഈ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് വരെയുള്ള ഓരോ സിനിമ ചെയ്യുന്ന സമയത്തും എനിക്ക് ഇത്തരം റോളുകൾ കൂടി കിട്ടണം. ഇപ്പം ഒരുപാട് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ തിയേറ്ററിലടക്കം പുറത്തടക്കം വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തരം റോളുകൾ കൂടി ചെയ്യണമെന്ന് ഓരോ ഘട്ടത്തിലും ഓരോ ആക്ടർ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് റോൾസ് കൂടി ഉണ്ടാവില്ലേ? അങ്ങനെ കൂടി ഉണ്ടോ? അല്ല, ഞാൻ അങ്ങനെ എന്താ പറയാ, രേഖയൊന്നും അങ്ങനെ മുൻപ് ഇങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചിരുന്ന സംഗതിയാണ്. ഫീമെയിൽ ഓറിയന്റഡ് ഒരു സബ്ജക്ട്. ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്നത് റോങ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ
ഞാൻ ആ സമയത്ത് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് എനിക്കൊന്ന് വരണം എന്ന് എനിക്കുണ്ടായിരുന്നു. ദാറ്റ് ഹാപ്പൻഡ്. ആൻഡ് അതിന് ശേഷം ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും രേഖ പോലും ഒരുപാടുണ്ടാവും, രേഖ പോലും അല്ലാത്തുള്ള കുറെ കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് കൺവിൻസിങ് ആവുന്നില്ല. രേഖ വാസ് റൈറ്റ് എന്താ പറയാ, കേട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിരിക്കും സംസാരിച്ചത് അതിനെ പറ്റിയിട്ട്. എനിക്ക് മനസ്സിലപ്പം തന്നെ കൊളത്തിയൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഓക്കെ ആവുന്നില്ല. സോ ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ചെയ്യണമെന്നൊന്നും ഇപ്പം എൻ്റെ മൈൻഡിലില്ല. പക്ഷെ പല സിനിമകളും കാണുമ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണെന്ന് പറയും, എനിക്ക് ഇങ്ങനത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ സിനിമ വാച്ച് ചെയ്യുമ്പം എൻ്റെ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വാച്ച് ചെയ്യാനാണ് ഏറ്റവും ആഗ്രഹം. എനിക്ക് കരയാം, ചിരിക്കാം. എനിക്ക് എല്ലാവരുടെയും കൂടെ ഇപ്പം ഫാമിലിയുടെ കൂടെ ഒന്ന് കാണുമ്പോഴും എനിക്ക് ആ ഒരു, ഞങ്ങളെപ്പോഴും സിനിമ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്നത്, അപ്പം ചുറ്റും ആളുകളുള്ളപ്പോൾ കാണുമ്പം എനിക്ക് അതിൻ്റെ കറക്റ്റ് എസൻസ് കിട്ടാറില്ല. എവിടേക്കോ 2 മണിക്കൂർ കണ്ടു തീർക്കും എന്നല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു സൗകര്യം എന്ന് പറയുമ്പം അതിൻ്റെ കറക്റ്റ്, ചിലപ്പോൾ ഞാൻ കാണുന്ന രീതി, ഇപ്പം ഒരു നല്ലൊരു ക്യാരക്ടർ കാണുമ്പം ഞാൻ ചിലപ്പോൾ എന്നെ അവിടെ പ്ലേസ് ചെയ്യും, ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നും. ചിലപ്പോൾ ഈ സമയത്ത് ആർക്കും ഇഷ്ടമില്ലാത്ത സിനിമയായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുക. അപ്പം അത് കറക്റ്റ് അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് വാച്ച് ചെയ്യണം. അപ്പം വാച്ച് ചെയ്യുമ്പോൾ പല രീതിയിൽ പല ക്യാരക്ടേഴ്സും എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക. ഇപ്പം അതിലൊരു എക്സാമ്പിൾ പറയാം, റയാൻ സിനിമയിൽ തുഷാര വിജയൻ ആ ക്യാരക്ടർ, ഐ ഡോണ്ട് നോ, സംവേർ എനിക്ക് തോന്നി ചില ഫ്രെയിംസ്, അതിന് കൊടുക്കുന്ന മ്യൂസിക് ആൻഡ് അതിലത്തെ ഇമ്പോർട്ടൻസ്, ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് പിടിച്ചു വിളിക്കുന്നുണ്ട്. സോ അതായത് ശരിക്കും പേഴ്സണൽ വാച്ചിങ് വേറെ രീതിയിൽ നമുക്കൊരു സ്കിൽ സെറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് വേറെ എല്ലാവരുടെയും കൂടെ കാണുമ്പോൾ അവരുടെ മെന്റാലിറ്റിയും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ഞാൻ കാണുക. ചിലപ്പോൾ അവർ എൻജോയ് ചെയ്യുമ്പോൾ ഓക്കെ, ആ ഒരു ഫണ്ടിന്റെ പേരിലായിരിക്കും കാണുക. ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടാൻ, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ അപ്പന് ഇഷ്ടപ്പെടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കിത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് മാത്രം ഒറ്റയ്ക്കിരുന്ന് കാണും. എൻ്റെ മൈൻഡിൽ ചിലപ്പം ആ സിനിമയായിട്ട് അത് എടുത്തു വെച്ച പോലെ ആയിരിക്കില്ല കാണുക. പല ക്യാരക്ടേഴ്സിന്റെ ഉള്ളിലൂടെയും എൻ്റെ മൈൻഡ് ചിലപ്പോൾ പേഴ്സണൽ ട്രാവൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരൊറ്റ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും ഞാൻ ആ മൊത്തം സിനിമ കാണുന്നുണ്ടാവാം. ചിലപ്പോൾ ഫ്രെയിംസിന്റെ ബ്യൂട്ടി ഒന്നും ഞാൻ കാണില്ല, ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ദാറ്റ്സ് ദ വേ ഐ എം വാച്ചിങ് എ മൂവി. ആൻഡ് അതിലൂടെ എനിക്ക് ഭയങ്കര ഇപ്പം ഈ റായം കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. അത് എൻ്റെ മൈൻഡിൽ വേറൊരു രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ക്യാരക്ടറിലൂടെ എൻ്റെ ആ നിൽക്കുന്ന ഒരു സമയവും എൻ്റെ ആ ഒരു എൻവയൺമെന്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു മൂവി ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇമോഷണൽ ബ്രേക്കപ്പിന്റെ സമയത്ത് ബ്രേക്കപ്പ് മൂവീസാണ് നമ്മളത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഈ ബ്രേക്കപ്പ് സമയം ചവറുപടം എന്ന് തോന്നും. സോ ഞാൻ ഏത് എൻവയൺമെന്റിലാണോ ഇരിക്കുന്നത് അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഐ ഫീൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അപ്പോൾ അവിടെ ഉണ്ടാവും. സോ അങ്ങനെ കാണാനാണ് ഇഷ്ടം, ഒറ്റയ്ക്കിരുന്ന് കാണാം. എന്തായാലും 2020 എണ്ണം പറഞ്ഞ റോളുകളാണ് വിൻസി ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തേക്കുന്നത്. അത് രേഖ പോലെ ഒരു സ്റ്റേറ്റ് അവാർഡ് വരെയുള്ള സിനിമ ഉണ്ടാവുന്നു, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സമയത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഗംഭീര റോളുകളായിട്ട് വീണ്ടും കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.